ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ കാണുന്നത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. നിഫ്റ്റി സ്പോട്ട് ചാർട്ട് ഒരു സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് നിൽക്കുന്നത്. ബട്ട് നമുക്കൊന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രേഡുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നും. കഴിഞ്ഞ വെള്ളിയാഴ്ചയും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് എല്ലാവർക്കും മേക്ക് ചെയ്യാൻ പറ്റും. നമുക്കിന്ന് കുറേ ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. മാക്സിമം എല്ലാം പറഞ്ഞു പോവാം. 54,400 പി 90 പോയിൻ്റാണ് കിട്ടിയേക്കണത്. പേഴ്സണലി ഞാനെടുത്തുള്ള ട്രേഡാണ്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. റെഡ് ക്യാൻഡലിൻ്റെ ക്ലോസിങ് വന്ന ശേഷം ലിമിറ്റിൽ നിന്ന് എടുക്കുക, ഇത്തിരി അടിയിൽ നിന്ന് എടുക്കുക. എനിക്ക് ഇത്തിരി അടിയിൽ നിന്നാണ് കിട്ടിയതാണ്. ഞാൻ വെച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. ലിമിറ്റിൽ നിന്ന് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത്ര ഉള്ള കാര്യം. എല്ലാവർക്കും അത് ഒരു മിനിമം 1:1 എന്തായാലും എല്ലാവരും കിട്ടിയിട്ടുണ്ട്. 30 പോയിൻ്റ് എന്തായാലും എല്ലാവർക്കും വന്നിട്ടുണ്ട്. ബാക്കി 90 പോയിൻ്റേക്ക് നിങ്ങളുടെ ഒരു ക്ഷമയൊക്കെയാണ് അവിടേക്ക് ഇരുത്തുക. മനസ്സിലായില്ലേ? പിന്നെ ഒരു പ്രോഫിറ്റ് നിങ്ങൾ തന്നെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര പ്രോഫിറ്റ് വേണം എന്നുള്ളത്. എപ്പോഴും ഒരു മിനിമം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. മാരകമായിട്ടുള്ള പ്രോഫിറ്റ് റേഞ്ചൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിവേഴ്സ് ആവും. പിന്നെ ചിലപ്പോൾ ട്രേഡ് കയ്യിൽ നിന്ന് പോവും, ലോസിലേക്ക് പോവും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ വരും. എപ്പോഴും ഒരു മിനിമം പ്രോഫിറ്റ് മനസ്സിലുണ്ടായിക്കോട്ടെ. നിങ്ങൾ എവിടെ നിന്ന് ട്രേഡ് എടുത്താലും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ഇതിന് 30 പോയിൻ്റാണ് അസല്. 90 പോയിൻ്റ് കിട്ടിയാലും 60 പോയിൻ്റ് കിട്ടിയാലും അത്യാവശ്യം കൂടുതൽ ക്യാഷ് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും 1:1 എന്തായാലും എടുക്കാൻ നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. 1:1, അതായത് 30 പോയിൻ്റ് അസല് ഇട്ടാൽ 30 പോയിൻ്റ് പ്രോഫിറ്റ് ഇടണം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അതിനെക്കുറിച്ച് പറയാറായിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. നമ്മൾ ബേസിക്കലി ഇന്നും കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത ട്രേഡുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു 100% സക്സസ് റേറ്റ് ട്രേഡിങ്ങിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് 90% സക്സസ് റേറ്റ് ഞാൻ പറയണം. അത്രയും അടിപൊളിയായിരിക്കും ഇനി വരുന്ന മാറ്റങ്ങൾ. ഇനി വരുന്ന ട്രേഡുകൾ അങ്ങനത്തെ ഓരോ അടിപൊളി ട്രേഡുകൾ കിട്ടാൻ ചാൻസുകൾ ഇഷ്ടം പോലെയാണ്. സെയിം ടെക്നിക്ക് തന്നെയാണ്. ഞാൻ എങ്ങനെയാണോ ഇതുവരെ ട്രേഡ് തരുന്നത് അതിൻ്റെ ഒരു 2.0 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വേറൊരു സംഭവം. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ പിന്നെയും പറയാണ്, ഇതിൽ ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല. എല്ലാം മാനുവലി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, ലെവൽസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. മനസ്സിലായില്ലേ? പക്ഷേ പിന്നെ ഞാൻ പറയും, ഇപ്പോൾ നിങ്ങൾ പഴയ സെറ്റപ്പ് പഠിച്ചാലും പഴയതിൻ്റെ ഒപ്പം ഇത് ആഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് സെയിം തന്നെയായിരിക്കും. അവിടുത്തെ ഒരു വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ട്രേഡ്സ് കുറയാൻ സാധ്യതയുണ്ട്. ടോട്ടൽ ലോസ് വരുന്ന ട്രേഡ്സ് കുറയാൻ സാധ്യതയുണ്ട്. ടോട്ടൽ പ്രോഫിറ്റിക്ക് പോകുന്ന ട്രേഡ്സ് മാത്രം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് മാത്രമായിട്ടിരിക്കുന്ന രീതിയിലുള്ള ട്രേഡുകളാണ് കൂടുതൽ വരിക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ട്രേഡ് ഇങ്ങനെയാണ്. ഒരു 90 പോയിൻ്റാണ് കിട്ടിയത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് സെൻസസിലാണ് 120 പോയിൻ്റാണ് കിട്ടിയത്. ഇപ്പോൾ നന്നായിട്ട് ഹോൾഡ് ചെയ്യണം. നമുക്കൊരു നേരത്തെ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തവർക്ക് അത്യാവശ്യം 90 120 പോയിൻ്റോളം കിട്ടും. നമുക്കൊരു 120 പോയിൻ്റ് തന്നെ പറയതിൽ. മനസ്സിലായില്ലേ? ആ 120 പോയിൻ്റ് പറഞ്ഞു. സെൻസസിൽ 120 പോയിൻ്റ് അത്യാവശ്യം എല്ലാവർക്കും നല്ല രീതിക്ക് കിട്ടാവുന്നതാണ്. ഇനിയിപ്പോൾ എൻട്രി മിസ്സാവുന്ന സാധ്യതകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയണില്ല. ഇപ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം വരുന്നത് 204 13 രൂപ വ്യത്യാസമുണ്ട് ലിമിറ്റിൽ നിന്ന്. അവൻ മേ ബി ചിലവരുടെ അടുത്തുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ 10 രൂപ വ്യത്യാസം വന്നിട്ട് ഓക്കെയാണ്. അങ്ങനെ എടുക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നവരുണ്ടാവും. അത്ര ഉള്ള കാര്യം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞു പോകണ്ടല്ലോ കുറേ കാര്യങ്ങൾ. ഇനി അടുത്ത് 24,700 പിയിലാണ്. 24,700 പിയിൽ 2 ട്രേഡ് വന്നിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്കതൊരു 8 പോയിൻ്റ് എസ് എൽ വരും. 10 മിനിറ്റിൽ 10 പോയിൻ്റാണ് നമ്മുടെ എസ് എൽ. പക്ഷേ അതിൽ 8 പോയിൻ്റ് എസ് എല്ലാം വരുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം ആ ടൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇറങ്ങിയാൽ ഹോൾഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സെയിം എഫക്റ്റ് തന്നെയാണ്. ഇനി രണ്ടാമത് റീ എൻട്രി വന്നപ്പോൾ ഞാൻ എടുത്തോളാം തന്നെയാണ് പറഞ്ഞത്. റീ എൻട്രി ചെയ്യേണ്ട എടുത്തോളാം തന്നെ പറഞ്ഞത് ഞാൻ. അപ്പോൾ അതാണ് നമുക്കിങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് 44 പോയിൻ്റ് വന്നത്. ഫുൾ ടാർഗറ്റാണ് കേട്ടോ. പക്ഷേ അപ്പോൾ അടുത്ത ട്രേഡ് റീ എൻട്രിയിൽ അങ്ങനെയാണ് വന്നത്. ഇതിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു എസ്എല്ലൊന്നും ഇല്ല, 8 പോയിൻ്റ് എസ്എല്ലും ഇല്ല. പ്രോഫിറ്റിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുള്ളൂ. പറഞ്ഞു പോകണമെന്ന് മാത്രം, എല്ലാവരും പറഞ്ഞു പോകണ്ടേ. പിന്നെ നമുക്ക് രാവിലെ കിട്ടിയ ട്രേഡുകളാണ്. രാവിലെ അതായത് മോർണിംഗ് ടൈം 9:15 ടു ഒരു 11 മണി വരെ വരെയും 11 മണി വരെയും നമുക്ക് CE സൈഡ് ആയിരുന്നു
മാർക്കറ്റ് നിൽക്കണ്ടായിരുന്നു. പിന്നെയാണ് പിയിലേക്ക് വന്നത്. പിയിലേക്ക് വന്നാലും സിയിലേക്ക് വന്നാലും നമുക്ക് മനസ്സിലാവും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെയും ഈ സെറ്റപ്പിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സിയിലേക്കാണെങ്കിലും പിയിലേക്കാണെങ്കിലും പെട്ടെന്ന് എൻട്രി എടുക്കുക എന്നുള്ളതല്ല, നമ്മളത് കുറച്ച് കൺഫർമേഷൻ നോക്കിയിട്ട് എൻട്രിയിലേക്ക് വരും. അങ്ങനെയാണ് പിയും സിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കണത്, മനസ്സിലായില്ലേ. സി സൈഡിലേക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയ ട്രേഡ് ഇതാണ്. ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ ആയിരുന്നു നോക്കണ്ട, ഇവിടെ എല്ലാം ഞാൻ ട്രേഡ് കൊടുത്തത്, ഇവിടെയാണ് ട്രേഡ് കൊടുത്തത്. അതായത് ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുന്ന സമയത്താണ് ഞാൻ ട്രേഡ് കൊടുത്തത്. ഇവിടെ ആക്ടിവേഷൻ ആയിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഞാൻ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊടുത്ത ടൈം ഈ ഒരു ക്യാൻഡിൽസ് കുറച്ച് ക്യാൻഡിൽസ് അടിയിൽ നിൽക്കുന്ന കാണാണ്ടല്ലോ, അവിടെയാണ് ഞാൻ ട്രേഡ് കൊടുത്തത്. പിന്നെ തിരിച്ച് കയറിയപ്പോൾ എൻട്രി ആക്ടിവേഷൻ ആയി, അത്രയുള്ള കാര്യം. നമുക്കൊരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ 20 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, 4-5 മിനിറ്റ് കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനും മാത്രം വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. സഡൻലി ഒരു 20 പോയിന്റ് നിങ്ങൾ കൂടുതൽ നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കോസ്റ്റ് ഇട്ടിട്ട് നോക്കിയിരിക്കാം. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന നേരത്തെ നമുക്ക് കോസ്റ്റ് അടിച്ച് പോവും, അത്രയുള്ള കാര്യം. പക്ഷെ നമുക്ക് നോക്കിയിരിക്കണമെങ്കിൽ ഞാൻ തെറ്റൊന്നും പറയില്ല, നമുക്ക് നോക്കാം, പ്രശ്നമില്ല. പക്ഷെ എപ്പോഴും ഫസ്റ്റ് ട്രേഡായിട്ടാണ് ഈ ട്രേഡ് എടുത്തതെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. 20 പോയിന്റ് കിട്ടി പിന്നെ അത് കളയുക എന്നുള്ളത് ആണെങ്കിലും, 20 പോയിന്റ് കിട്ടി അത് ബുക്ക് ചെയ്യുക എന്നുള്ളതാണെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്കുണ്ടായിരുന്ന 24,750 സി ആണ്. ഇത് ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഒക്കെ കിട്ടിയ ട്രേഡാണ്. ഇതൊരു 46 പോയിന്റാണ് വന്നത്. നമ്മൾ 46 പോയിൻ്റൊന്നും നോക്കിയിരിക്കില്ല. അതായത് നമുക്ക് ഒരു ട്രേഡ് ആക്ടിവേഷനായി. അതിനുശേഷം 2 മിനിറ്റ് കൊണ്ട് ക്യാൻഡിൽ ഒരു ഡിസ്കൗണ്ട് എന്നൊക്കെ രീതിയിൽ വന്നിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മളിപ്പോൾ ലിമിറ്റ് നോക്കിയിരിക്കുകയാണ്, നമുക്ക് ട്രേഡ് കിട്ടിയില്ല എന്നുള്ള കൺസെപ്റ്റിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല. ലിമിറ്റിലുള്ള ട്രേഡല്ല അത്. അപ്പോൾ ഞാൻ അങ്ങനെ പറയണതിൽ കാര്യമില്ല. പക്ഷെ അത് നല്ല ട്രേഡാണ് ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്. 46 പോയിൻ്റാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വന്നേക്കണത്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന 54,500 സി ആണ്, ബാങ്ക് നിഫ്റ്റി ആണ്. ഇതൊക്കെ എല്ലാവർക്കും എടുക്കാൻ പറ്റും. ഇതൊന്നും ലിമിറ്റിൽ ടച്ച് ചെയ്തിട്ടില്ലെങ്കിലും ഒരു 2 രൂപ വ്യത്യാസം എല്ലാവർക്കും എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡാണ്. പക്ഷേ ഇതിന് നല്ല ഹോൾഡിംഗ് ടൈം ഉണ്ട്, നമുക്കിവിടെ കാണാൻ പറ്റും. നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. സി സൈഡിലേക്ക് പോകണോ അല്ല പി സൈഡിലേക്ക് പോകണോ എന്നൊരു ചോദ്യചിഹ്നം ആയി നിൽക്കണതാണ് നിങ്ങൾ ഈ കാണുന്ന ക്യാൻഡിൽസ് ഇങ്ങനെ നിൽക്കണത് കാണുന്നത്. അതിനുശേഷം മാർക്കറ്റ് തീരുമാനിക്കുകയാണ് സി സൈഡിലേക്ക് തന്നെ പോവുക എന്നുള്ള ലെവലിലേക്ക്. ഇതിന് ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ, മനസ്സിലായാലേ. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് 110 പോയിന്റ് വന്നേക്കണത്. കണ്ടീഷനൊക്കെ സെയിം തന്നെയാണ്. റെഡ് ക്യാൻഡിൽ ലോസ് ഉണ്ടെങ്കിലാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് 80,600 സി ആണ്, സെൻസസ് ആണ്. സെൻസസിലാണ് അതിൻ്റെ അത്യാവശ്യം നല്ല രീതിക്ക് എൻട്രി വന്നിട്ടുണ്ട്. ഇത് ഞാനെടുത്ത ട്രേഡാണ്. ടോട്ടൽ 2 ട്രേഡാണ് ഞാൻ എടുത്തേക്കണത്. അത്യാവശ്യം ഇത്രയും ട്രേഡ് ഉണ്ടെങ്കിലും 2 ട്രേഡൊക്കെയാണ് എടുക്കാൻ പറ്റിയത്. കുറേയൊക്കെ എനിക്ക് മിസ്സായി പോയി. ഈ ട്രേഡ് ഇടുക, ഇത് നോക്കുക, വാച്ച് ചെയ്യുക, പിന്നെ ട്രേഡ് ഇടുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ കുറേ ട്രേഡ് മിസ്സാവും. ചിലതൊക്കെ നല്ലത് കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ അതെടുക്കും. ഇത് ഞാനെടുത്തുള്ള ട്രേഡാണ്. അപ്പോൾ കറക്റ്റ് ലിമിറ്റിലാണ്, ഞാൻ ലിമിറ്റിലാണ് എടുത്തത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ട്രേഡ് ആക്ടിവേഷൻ ആവുമ്പോൾ നമുക്ക് ഓൾറെഡി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആക്റ്റീവാണ്. ആക്റ്റീവായിട്ട് അത് മാത്രമല്ല, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓൾറെഡി 1:1 അതിൻ്റെ മുകളിൽ റണ്ണിങ് ആണ്. ആ ടൈമിലാണ് സെൻസസ് ഇത് ആക്ടിവേഷൻ ആവുന്നത്. ഞാൻ കൊടുത്ത പ്രൈസ് അത് 1:1 ആയിട്ടാണ് സെൻസസ് ആക്ടിവേഷൻ ആവുന്നത്. അപ്പോൾ ഒരു ഡിലേ ഉണ്ട് അവിടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ്, അതായത് സെൻസസ് ആക്റ്റീവ് ആയിട്ടുള്ളൂ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല. അപ്പോൾ അത് തിരിച്ച് ഇതേ ലിമിറ്റിലേക്ക് വന്നപ്പോഴാണ് ഞാൻ എൻട്രി വെച്ചത്. കാര്യം ഇത് റിസ്ക് എൻട്രി ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓൾറെഡി 1:1 റണ്ണിങ് ആണ്. ആ ടൈമിലാണ് സെൻസസിൽ ഞാൻ എൻട്രി എടുക്കണത്. അപ്പോൾ ഈ എൻട്രി പോയിൻ്റ് ഹൈലി റിസ്ക് ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ മാർക്കറ്റ് നമ്മുടെ ഒപ്പം നിന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എല്ലാതും അടിപൊളി എന്നുള്ള രീതിയിലല്ല, റിസ്ക്കുള്ള ട്രേഡാണത്. ഈ സെൻസസ് എന്ന് പറഞ്ഞാൽ റിസ്ക്കുള്ള ട്രേഡാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഓൾറെഡി റണ്ണിങ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി, അതിന് ശേഷം ആക്റ്റീവായിട്ടുള്ള ട്രേഡാണ് ഇത്. അപ്പോൾ നമുക്ക് അവിടെ റിസ്ക് ഉണ്ട്. അതായത് ഈ 1:1 മുകളിൽ പോയ പോലെ തന്നെ അടിയിലേക്കും വരാം. ഈ SL എടുത്തിട്ട് വേണമെങ്കിൽ ഇത് കയറി പോവാം. സെൻസസിൽ എനിക്ക് SL അടിച്ചിട്ട് വേണമെങ്കിൽ കയറി പോവാം. പക്ഷെ അവിടെ മാർക്കറ്റ് ആ ഒരു മൊമെൻ്റത്തിൻ്റെ ഒപ്പം നിന്നു. അതാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്, മനസ്സിലായില്ലേ.
എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പ്രോഫിറ്റ് വന്ന് നോക്കുന്നത് കേട്ടോ. ഈ സെൻസസ് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണ് പ്രോഫിറ്റ് വന്ന് നോക്കുന്നത്. റിസ്ക്കുള്ള ട്രേഡായിരുന്നു. എല്ലാം പറഞ്ഞ് പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പോണത്, വേറെ ഒന്നുമല്ല. ക്രൂഡ് ഓയിൽ പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. ക്രൂഡ് ഓയിൽ നോക്കിയിട്ട് ഞാൻ ചെയ്യാം. അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ രാവിലെ തൊട്ടിട്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ, നല്ല അടിപൊളി പ്രോഫിറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നാളാണ്. ഓക്കെ, ബൈ.